ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി മാംഗോ കുനാഫ പുഡിങ്ങാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. ഇതിന് വേണ്ടി നല്ല മധുരമുള്ള നാരില്ലാത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 ഗ്രാം ചൈന ഗ്രാസ് ആണ്. 4 ഗ്രാം ചൈന ഗ്രാസ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് കുതിരാൻ വെക്കുക. 3 മാങ്ങയിൽ നിന്നും 2 മാങ്ങയും പിന്നെ 1 മാങ്ങയുടെ പകുതിയും തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ചെറിയ പീസാക്കി എടുത്തു. എന്നിട്ടിത് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അത് 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി കസ്റ്റേർഡ് പൗഡർ ഇല്ല എങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് നല്ല ക്രീമി ആയിട്ട് ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ള പാൻ തന്നെ നോക്കിയെടുക്കണം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മാങ്ങ നന്നായിട്ട് വേവണം. അതേപോലെ കസ്റ്റേർഡ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് കുക്കാവണം. ഈ സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാവാൻ വെക്കണം. വളരെ ചെറിയ തീയിൽ വേണം ഇത് മെൽറ്റാക്കി എടുക്കാൻ. വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിലും നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. മാങ്ങ എല്ലാം നല്ല പോലെ ഇവിടെ തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈയൊരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വെക്കണ്ട. ഒരു 5 സെക്കൻഡ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കണം. ചൈന ഗ്രാസ് എല്ലാം ചേർത്തു. ഒരു 5 സെക്കൻഡ് മാത്രം ഞാനിവിടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കണം. വളരെ തിന്നായിട്ടുള്ള സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കി 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ സേമിയ ചേർത്ത് കൊടുത്തു. വളരെ തിന്നായിട്ടുള്ള കിളിക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുനാഫ ഡോ കിട്ടുമെങ്കിണ്ടല്ലോ ഏറ്റവും ബെറ്റർ അതാണ്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ സേമിയാണ് ചേർത്തിട്ടുള്ളത്. 100 ഗ്രാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തു. ഇത് വറുത്ത സേമിയ ആയിരുന്നു, എന്നാലും വീണ്ടും നെയ്യിലൊന്ന് വറുത്തെടുക്കണം. നല്ല പോലെ ഗോൾഡ് കളറായി വന്നാൽ ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതേപോലെ 1/3 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും വളരെ ചെറിയ തീയിൽ 1 മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് പഞ്ചസാരയും പാൽപ്പൊടിയും നന്നായിട്ട് കുക്കാവും. തീ ഫുള്ളാക്കി കൊടുത്താൽ പാൽപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പാൽപ്പൊടി ചേർത്താൽ വളരെ ചെറിയ തീയാക്കി കൊടുക്കണം. പാൽപ്പൊടിയെല്ലാം നന്നായിട്ട് കുക്കായി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പുഡിങ് അല്പം ഒന്ന് ചൂടാറി മിക്സിയിലേക്ക് ഒഴിക്കുന്നൊരു പാകമായി വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുത്താൽ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ് കിട്ടും. കറക്കാൻ സമയമില്ല, സൗകര്യമില്ല എങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 മാങ്ങയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ 5-6 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം തണുത്ത് വന്നിരിക്കുന്ന സേമിയ മിക്സ് ഉണ്ടല്ലോ, കുനാഫ ഉണ്ടെങ്കിൽ കുനാഫയാണ് ബെറ്റർ, അത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനും ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റി ആയി കിട്ടുകയുള്ളൂ. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല മധുരമുള്ള അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ബദാം, പിസ്ത, കാഷ്യൂനട്ട് 3 എണ്ണം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ പുഡിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മാങ്ങ വീട്ടിലില്ല എങ്കിൽ തന്നെ എല്ലാ ഷോപ്പിലും വളരെ വിലക്കുറവിൽ കിട്ടുന്ന സമയമാണിത്. ഈ സമയം മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്താലുണ്ടല്ലോ, പിന്നീട് എപ്പോഴും ഏത് പാർട്ടിക്കും ഈ പുഡിംഗ് ആയിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത്. കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തത്. അപ്പോൾ എല്ലാവരും ഈ പുഡിംഗ് റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൈപ്പ്. എല്ലാവരും ഹൈപ്പ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ പുതിയ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പിയുമായി വരാം. ബൈ ബൈ.